Audio Jungle. Audio Jungle. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 റേ ഒപ്റ്റിക്സ് എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററിലെ റിഫ്രാക്ഷൻ ത്രൂ പ്രിസം. സാധാരണ മുൻവർഷ പരീക്ഷകളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു സെറ്റ് ഡെറിവേഷനാണ്. ചില കുട്ടികൾക്ക് ഇത് ഭയങ്കരമായി ടഫായിട്ട് തോന്നാറുണ്ട് അല്ലേ? അതായത് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്, മിക്ക പരീക്ഷകളിലും ചോദിക്കാറുണ്ട്, ഇതിന്റെ റേ ഡയഗ്രാം വരച്ചിട്ട് റിഫ്രാക്ഷൻ ത്രൂ പ്രിസത്തിന്റെ എയർ ഡയഗ്രാം വരച്ചിട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആദ്യമായി മനസ്സിലാക്കാനുള്ളത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം sin I ഡിവൈഡ് ബൈ sin R ഈക്വൽ എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഒരു കോൺസ്റ്റന്റ് ആണ്. I എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്, R എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. സ്നെൽസ് ലോ എന്നും ഇതിനെ നമ്മൾ പറയപ്പെടും. സ്നെൽസ് ലോ ആണ്. ഇതിൽ ഒരു പ്രിസത്തിലൂടെ ഒരു റേ ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് അതിന് റിഫ്രാക്ഷൻ സംഭവിക്കപ്പെടുന്നു അല്ലേ? അങ്ങനെ വരുമ്പോൾ അതിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡന്റിന്റെ വില എന്താണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ വില എന്താണ്, ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിക്കുന്നു. നമ്മൾ ഇക്വേഷൻ അതിട്ട് കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത്. നമ്മളതിന് ആദ്യം എടുക്കേണ്ടത് ഒരു പ്രിസത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, ഒരു 1 ഡയമെൻഷണൽ വ്യൂ ആണ്. നമ്മൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നിങ്ങൾ ട്രയാങ്കിൾ ABC ഒരു പ്രിസം വരയ്ക്കുകയാണ്, പ്രിസം ABC. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം ഇതാണ്ട്, ഇതെന്ന് വെച്ചാൽ ഒരു റേ ഓഫ് ലൈറ്റ് ആണ്, ഇൻസിഡന്റ് റേ ആണ്. ഈ വരുന്നത് ഇൻസിഡന്റ് റേ ആണ്. അത് എങ്ങോട്ട് പോകുന്നു? ദാണ്ട് അത് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു, ദാണ്ട് അത് പുറത്തോട്ട് പോകുന്നു. ഫസ്റ്റ് കാര്യം വരയ്ക്കാനുള്ള കാര്യം, ഫസ്റ്റ് കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം ദാണ്ട് ഈ ഫസ്റ്റ് റിഫ്രാക്ഷൻ നടന്നതിന് നിങ്ങൾ കൊടുക്കേണ്ട പേര് R1 എന്നുള്ളതാണ്. എന്താണ്? R1 എന്നുള്ളതാണ്. രണ്ടാമത് റിഫ്രാക്ഷൻ നടന്നു R2 എന്ന് വെച്ചാൽ എന്താണ്? R1 R2 ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്നുള്ളതാണ്. ദാണ്ട് I വരുന്നു, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഈ പുറത്തോട്ട് പോകുന്ന ആംഗിളിനെ നമ്മൾ പറയും എന്താണ്? ആംഗിൾ ഓഫ് എമർജൻസ്, ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയും. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ പ്രിസം വരച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് റേ വരച്ചു, അത് റിഫ്രാക്ട് ചെയ്ത് പോയി. രണ്ട് തവണ റിഫ്രാക്ഷൻ സംഭവിച്ചു, അതിനെ R1 എന്നും R2 കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യപ്പെട്ടു. അതാണ് ഇത് I ആണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇത് I ആണ് ആംഗിൾ ഓഫ് എമർജൻസ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, നമുക്കറിയാം എന്താണ് മക്കളെ I എന്ന് വെച്ചാൽ, എന്താ R എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുമ്പോഴാണല്ലോ ആംഗിൾ ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെ ഈ I ഉണ്ടാക്കിയിരിക്കുന്നത്? ഈ ഇൻസിഡന്റ് റേയും അതേപോലെ നോർമലുമാണ് അല്ലെ? നോർമലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ആണ് I. എന്നാണ് ആ നോർമലാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. നോർമൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈ P എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ഒരു നോർമൽ വരച്ചിട്ടുണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ ആ നോർമലും അതേപോലെ തന്നെ എന്താണ് റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ ഉണ്ടാകുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഇനി മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ഞാൻ അതിന് പേര് കൊടുക്കുകയാണ്. ഈ പോയിന്റിന് P എന്നും ഇത് Q എന്നും ഇത് R എന്നും കൊടുത്തു. ഇനി ഈ പറയപ്പെടുന്ന ഇൻസിഡന്റ് റേ റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇതാണ് ഇങ്ങനെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അത് അങ്ങോട്ട് ഞാൻ ഡോട്ടഡ് ആയിട്ട് വരച്ചു. നേരത്തെ ഈ റേയും എന്താണ് ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു, ഡോട്ടഡ് ഇട്ട് വരച്ചു. ഞാൻ ആ പോയിന്റിന് S എന്ന് പേര് കൊടുത്തു. അവിടെ മേക്ക് ചെയ്ത ഒരു ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. എന്താണ്? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഈ പറഞ്ഞ ഫിഗറിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. നിങ്ങൾ I എന്തെന്നും R1 R2 എന്തെന്നും D എന്താണെന്നും E എന്താണെന്നും എഴുതുക. രണ്ടാമത് ഞാൻ തുടങ്ങുന്നു, പ്രധാന കാര്യം പറയുകയാണ്. കൺസിഡർ ഒരു കോഡിലാറ്ററൽ കൺസിഡർ ചെയ്യണം. കോഡിലാറ്ററലിന്റെ പേരാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, കോഡിലാറ്ററലിന്റെ പേരാണ് APQR. ശ്രദ്ധിക്കുക, എന്താണ്? കണ്ട ഈ ഒരു കോഡിലാറ്ററലാണ് ഞാൻ കൺസിഡർ ചെയ്തത് അല്ലെ? ശ്രദ്ധിക്കുക, APQR. നമുക്കറിയാം ഒരു കോഡിലാറ്ററലിന്റെ 4 ആംഗിൾസിന്റെ കൂടെ സം എന്ന് പറഞ്ഞാൽ എന്താണ്? 360 ഡിഗ്രിയാണ്. angle A plus angle P plus angle Q plus angle R is equal to എത്രയാണ് മക്കളെ?
360 ഡിഗ്രി. ഓക്കെ ആണല്ലോ? ഓക്കെ. നമുക്ക് മറ്റൊരു കാര്യം അറിയാം. എന്താണ് ആംഗിൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു നോർമൽ മേക്ക് ചെയ്യപ്പെടുന്ന ആംഗിൾ ആണ്. അതേപോലെ തന്നെ ആംഗിൾ ആറുമാണ്. പെർപെൻഡിക്കുലർ ആണ്, നോർമൽ ആണ്. സോ ഞാൻ അവിടെ എഴുതുന്നു ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് വെച്ചാൽ എത്രയാണ്? 90 പ്ലസ് 90 അല്ലെ? 90 പ്ലസ് 90 എത്ര എഴുതുന്നു? 180 എഴുതുന്നു. ഓക്കെ ആണല്ലോ? എടാ ആംഗിൾ എയും ആംഗിൾ പിയും ആംഗിൾ ക്യൂയും ആംഗിൾ ആറും കൂട്ടുമ്പോൾ 360. ആംഗിൾ പിയും ആറും കൂട്ടുമ്പോൾ മാത്രം 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ക്യൂ എന്തായിരിക്കും മക്കളെ? ഇത് രണ്ടും 180, ഇത് 4 മൊത്തത്തിൽ 360. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. നമ്മൾ അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് കണ്ടീഷൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു. രണ്ടാമത് ഞാൻ എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ ആണ് ഞാൻ അവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. എന്റെ മക്കളെ, ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ട്രയാങ്കിളിന്റെ പേരാണ് PQR. എന്താണ്? PQR. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എടാ PQR. ഓക്കെ ആണല്ലോ? ഞാനൊന്ന് മാറ്റി വരയ്ക്കുകയാണ്. അതാണ്ട് PQR. എടാ ഈ ആംഗിൾ ആണ് R1, ഈ ആംഗിൾ ആണ് R2. ഈ ആംഗിൾ എന്താണ്? അവിടെ ആംഗിൾ പ്രത്യേകിച്ചൊന്നും തന്നിട്ടില്ല, നമ്മളതിനെ Q എന്ന് വിളിക്കുന്നു. ഞാൻ ആംഗിൾ PQR എഴുതിയാണ്. സോ ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 പ്ലസ് ആംഗിൾ Q ഇസിക്കൽ എത്രയാണ്? 180 ആണ്. ഞാൻ അതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. കണ്ടീഷനൊക്കെ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2. എടാ ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നോക്കേടാ. ഇക്വേഷൻ 1 നോക്കുമ്പോൾ a പ്ലസ് Q 180 ആണ്. ഇക്വേഷൻ 2 നോക്കുമ്പോൾ എന്താണ്? R1 പ്ലസ് R2 പ്ലസ് Q ഇസിക്കൽ 180 ആണ്. രണ്ടിൽ നമുക്ക് എന്താ ഉണ്ടാ? രണ്ടിൽ നമുക്ക് Q ഉണ്ട് അല്ലേടാ? രണ്ടിൽ Q ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ആംഗിൾ എ ഇസിക്കൽ എന്താണ്? ആംഗിൾ R1 പ്ലസ് ആംഗിൾ R2 എന്ന് എഴുതാൻ പറ്റും. നമ്മൾ അതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നു. നമ്മൾ എന്താ വിളിക്കുന്നു? ഇക്വേഷൻ 3 എന്ന് വിളിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കണ്ടീഷൻ പറയുകയാണ്. നിങ്ങളത് ശ്രദ്ധിക്കണം. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ആംഗിൾ PRS എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ആണ്. ഞാൻ മാറ്റി വരയ്ക്കാം. PRS. ഇവിടെയാണ് ചെറിയൊരു കോംപ്ലിക്കേഷൻ മിക്കവർക്കും വരാൻ പോണത്. ഞാൻ വരയ്ക്കുകയാണ്. PRS. PRS അല്ലേടാ? PRS. നിങ്ങൾ നോക്കേ, ഈ പിയുടെ ഇങ്ങനെ പോയാണ്. പിയുടെ ഈ ആംഗിൾ എന്ന് വെച്ചാൽ എത്ര ആയിരുന്നു? I ആയിരുന്നു. ഇതിവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. പിയുടെ ഈ ആംഗിൾ എന്ന് വെച്ചാൽ I ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ഫുൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഫുൾ എത്രയാവേണ്ടതായിരുന്നു? ഈ ആംഗിൾ I ആണെങ്കിൽ ഈ ആംഗിൾ ഫുൾ I ആക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ആംഗിൾ R1 തന്നിട്ടുണ്ട്. എടാ ഒന്നും കൂടെ ഇടാ. നമ്മൾ ഇതാ എടുക്കുന്നത് PRS. PRS ഇത് I ആണ്. ഞാൻ വരച്ചത് ഈ ആംഗിൾ I ആണ്. നമുക്കറിയാം ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ R ആണ്. അപ്പൊ നിങ്ങളൊന്ന് ഈ R1 എങ്ങനെ വന്നു? ദാണ്ട് ഈ ബാലൻസ് കിടക്കുന്ന R1 ഉണ്ടോ? ഞാൻ അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇത് I ആണെങ്കിൽ ഇത് മൊത്തത്തിൽ ഇത് I ആണ്. സോ ഇതെന്താണ്? I മൈനസ് R1 ആണ്. അതേപോലെ നമുക്ക് ഈ ആംഗിൾ എന്താ എഴുതാൻ പറ്റും? ദാണ്ട് ഇവിടെ നമുക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു R2, ഇവിടെ നമുക്കൊരു R2 കിടപ്പുണ്ട്. സോ എന്താണ്? ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? ഇവിടെ E മൈനസ് R2 എഴുതാൻ പറ്റും. ദാണ്ടെ ഇങ്ങനെയാണ് ഇത് പോയേക്കുന്നത്. ഇങ്ങനെ പോയേക്കുന്നത്. ഈ ആംഗിൾ ഫുൾ എന്താണ്? ഈ ആംഗിൾ ഫുൾ E ആണ്. ഈ ആംഗിൾ ഫുൾ എന്താണ്? E ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. സോ ഇത് ഫുൾ E വരും. ഇത് R2 ഉണ്ട്. സോ ഇതെന്താ വരും? E മൈനസ് R2 എന്ന് വരും അല്ലെ? നമ്മളതൊരു മാത്തമാറ്റിക്സിലെ ഒരു കൺസെപ്റ്റ് ആണ്. മാത്തമാറ്റിക്കൽ അപ്പൊ നമുക്ക് 3 ആംഗിൾസ് കിട്ടി അല്ലെ? മാത്തമാറ്റിക്കൽ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് കിട്ടിയത് എന്താണ് മക്കളെ? ഞാൻ ട്രയാങ്കിൾ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്നും കൂടെ വരയ്ക്കുകയാണ്. PSR അല്ലെങ്കിൽ ആംഗിൾ PRS അല്ലെ? ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിളിനാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം. ഒരു ത്രികോണത്തിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് the outer angle is equal to the sum of inner angles of opposite vertex. അതായത് ഈ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസ് കൂട്ടുന്നതിന് എന്താണ് മക്കളെ? ഈക്വൽ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. അതായത് ഇവിടെ ഒരു ഔട്ടർ ആംഗിൾ എടുക്കാം. ഈ ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ നെക്സ്റ്റ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് ഈ ആംഗിളും കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും. നമുക്കിപ്പോൾ അതിന്റെ ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. നമുക്കപ്പോൾ അവിടെ എന്താ എഴുതാൻ പറ്റും? സോ നമുക്ക് എന്താ എഴുതാൻ പറ്റും?
ശ്രദ്ധിക്കുക, നിങ്ങൾ എന്താ എഴുതാൻ പറ്റും? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെ ഡി ആണ്. അപ്പോൾ ഞാൻ എഴുതുകയാണ് ഫ്രം ട്രയാങ്കിൾ, ഇൻ ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ് ട്രയാങ്കിൾ പി ആർ എസ്. പി ആർ എസിൽ എന്താണ് എഴുതാനുള്ളത്? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു, ഈ ആംഗിൾ എന്താ കിട്ടും? ഐ മൈനസ് ആർ വൺ, ഒരു ബ്രാക്കറ്റ് കൊടുക്കുക, പ്ലസ് എന്താണ് മക്കളെ? ഇ മൈനസ് ആർ ടു. ഈ മൈനസ് എന്താണ്? ആർ ടു എന്ന് കൊടുക്കുക. ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്താ എഴുതണം മക്കളെ? ഡി ഈസ് ഈക്വൽ ടു ഐയും ബിയും ഒന്നിച്ചു കൊണ്ടുവരാം, ഐ പ്ലസ് സി മൈനസ് ഓഫ്, മൈനസ് കോമൺ എടുക്കണം, ഇതെന്താ വരും? അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ഒന്നും കൂടെ എടുത്തരാം. ഓക്കെ, മൈനസ് ആർ വൺ പ്ലസ്, പ്ലസ് വരത്തില്ല, മൈനസ് ആർ ടു. നമുക്ക് ഇനി എന്താ എഴുതാൻ പറ്റും? ഐ പ്ലസ് സി മൈനസ് കോമൺ എടുക്കുന്നു, ആർ വൺ പ്ലസ് ആർ ടു. അല്ലേടാ, ഈ ആർ വൺ പ്ലസ് ആർ ടുവിന് പകരം നമുക്ക് എന്താ കൊടുക്കാടാ? ആർ വൺ പ്ലസ് ആർ ടുവിന് പകരം നമുക്ക് എ എന്ന് കൊടുക്കാം, അല്ലേ? അല്ലെ, ഫ്രം ഇക്വേഷൻ 3 എന്ന് വെച്ചിട്ട് എ എന്ന് കൊടുക്കാം. ഫ്രം ഇക്വേഷൻ 3 നമുക്ക് എന്താ എഴുതാൻ പറ്റും? ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് ഇ മൈനസ് എന്താണ്? ആംഗിൾ എ എന്ന് കൊടുക്കാം. നമ്മൾ ഇതിന് ഇക്വേഷൻ നമ്പർ എന്തെന്ന് പറയുന്നു? 4 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കിണ്ണം കാച്ചിയ തരത്തിലുള്ള ഒരു 4 ഇക്വേഷൻസ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി, അല്ലെ? ഇത്രയും ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി, അല്ലെ? നമുക്ക് എത്ര ഇക്വേഷൻ കിട്ടി ലാസ്റ്റ്? എടാ, അപ്പൊ ഇക്വേഷൻ 3 അനുസരിച്ച് നമുക്ക് കിട്ടി ഐ പ്ലസ് ഇ മൈനസ് ആർ വൺ പ്ലസ് ആർ ടു എന്ന് കിട്ടി, അല്ലെ? മൈനസ് ആർ വൺ പ്ലസ് ആർ ടു എന്ന് കിട്ടി. നമുക്ക് കിട്ടിയ കാര്യം മനസ്സിലായി. നമ്മൾ ഇവിടുന്ന് മൈനസ് കോമൺ എടുത്തിട്ടാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. മൈനസ് നമ്മൾ കോമൺ എടുത്തിട്ടാണ് കിട്ടിയത്. എടാ, ഇക്വേഷൻ 3 എന്താണ് പറയുന്നത്? ആംഗിൾ എ എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? ആംഗിൾ എ എന്ന് വെച്ചാൽ നമ്മളോട് പറയുന്നത് എന്താണ്? ആർ വൺ പ്ലസ് ആർ ടു എന്ന്, അല്ലെ? നമുക്കപ്പോൾ ഈ ആർ വൺ പ്ലസ് ആർ ടുവിന് പേര് എന്താ കൊടുക്കണം? ആംഗിൾ എ കൊടുക്കാം. സോ ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി മൈനസ് എ. ഞാൻ ഇതിന് എന്താ കൊടുക്കുന്നു? ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുന്നു. എടാ, ഈ 4 ഇക്വേഷൻ വരെ ഓക്കെ ആണോ? ഒന്നും കൂടെ പറയാം, എളുപ്പം ശ്രദ്ധിച്ചോ. എ ബി സി പ്രിസമാണ്. ഇതാണ് ഇൻസിഡന്റ് റേ വരയ്ക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു. ഫസ്റ്റ് ആംഗിൾ R1, സെക്കൻഡ് റിഫ്രാക്ഷൻ, ഫസ്റ്റ് ആംഗിൾ സെക്കൻഡ് ആംഗിൾ R2. ഇതാണ് ഇങ്ങോട്ട് പോകണം. ഇതാണ് 2 നോർമൽ വരയ്ക്കുന്നു, QR QP. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഇത് ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. ഇതാണ് ഈ പറയുന്ന ഇൻസിഡന്റ് റേയും ഈ റിഫ്രാക്റ്റഡ് റേയും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എസ് എന്ന് പറയുന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ഡി, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു? എ പി ക്യു ആർ. നമ്മൾ ഈ പറഞ്ഞ കോർഡിലാറ്ററൽ എടുക്കുന്നു, 4 ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ നമ്മൾ 360 എഴുതുന്നു. ദാണ്ട് ഇത് നോർമൽ ആയതുകൊണ്ട് ദാണ്ട് ഈ ആംഗിളും അതാണ് ഈ ആംഗിളും ആംഗിൾ പി പ്ലസ് ആർ എന്ന് വെച്ചാൽ 180 ആണ്. എടാ, അതുകൊണ്ട് തന്നെ ആംഗിൾ എ പ്ലസ് ക്യൂ എന്തായിരിക്കും? 180 ആയിരിക്കും. രണ്ടാമത് നമ്മൾ കൺസിഡർ ട്രയാംഗിൾ ചെയ്യുന്നു, ട്രയാംഗിൾ പി ക്യു ആർ. ട്രയാംഗിൾ പി ക്യു ആർ കൺസിഡർ ചെയ്യുമ്പോൾ R1 പ്ലസ് R2 പ്ലസ് ക്യൂ. സിംപ്ലി നമുക്കറിയാം ട്രയാംഗിളിലെ 3 കോണുകളും കൂടെ കൂട്ടി എത്രയാണ് കിട്ടുന്നത്? പറയടാ, 180. നമുക്ക് അതിന് എന്താ മനസ്സിലാവും? ദാണ്ടെ 180 എഴുതുന്നു. ദാണ്ട് ഇവിടെ ക്യൂ ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. സോ എ പ്ലസ് R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ എന്ന് പറഞ്ഞത് R1ഉം R2ഉം കൂട്ടുന്നതിന് തുല്യമാണ്. സോ എ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഓക്കെ, നമുക്കിവിടെ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഈ ഒരു സംഭവമാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് വേണ്ടിയാണ് ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ദാണ്ടെ പി എസ് ആർ എന്ന് പറഞ്ഞ സംഭവം, അല്ലെ? പി എസ് ആർ ഇതെന്താണ്? ഡീവിയേഷൻ, പുറമേയുള്ള ആംഗിൾ ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കലി റൂൾസ് അനുസരിച്ച് ഈ പിയും ഈ ആറും കൂടുതൽ തുല്യമായിരിക്കും. നമുക്ക് ഇവിടെ ഒരു R1 കിടപ്പുണ്ട്, ഇങ്ങോട്ടൊരു R2 കിടപ്പുണ്ട്. ഇവിടുത്തെ ഓപ്പോസിറ്റ് ആംഗിൾ ഫുൾ എന്താണ്? ഇ ആണ്. സോ ഈ ആംഗിൾ എന്ന് വെച്ചാൽ ഇ മൈനസ് R2. ഇവിടെ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ കിടപ്പുണ്ട്, ഐ കിടപ്പുണ്ട്. സോ ഈ ആംഗിൾ എന്താണ്? ഐ മൈനസ് R1. സോ നമ്മൾ അത് എഴുതുന്നു, അത് എഴുതിയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഫൈനലായിട്ട് നമുക്ക് എന്താ കിട്ടുന്നു? ഐ പ്ലസ് സി മൈനസ് R1 പ്ലസ് R2 എന്ന ഇക്വേഷൻ കിട്ടുന്നു. സോ ഡി ഈസ് ഈക്വൽ ടു ഐ പ്ലസ് സി. R1 പ്ലസ് R2 വരെ നമ്മൾ എന്താ എഴുതുന്നു? എ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇനി നമ്മളിവിടെ വരയ്ക്കാനുള്ളത് ഒരു ഗ്രാഫാണ്, അല്ലെ? അതിന് പ്രിസം ഐ ഡി ഗ്രാഫ് എന്ന് പറയാം. എന്താണ്? പ്രിസം ഐ ഡി ഗ്രാഫ്. പ്രിസം ഐ ഡി ഗ്രാഫ് സ്മാൾ ലെറ്റർ ആയി കൊടുത്താൽ മതി. ഐ ഡി ഗ്രാഫ് എന്താണ് മക്കളെ? പ്രിസം ഐ ഡി ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു പ്രിസത്തിന്റെ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എക്സ് ആക്സിസിലും, ഞാനിവിടെ ഐ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, ആംഗിൾ ഓഫ് ഡീവിയേഷൻ വൈ ആക്സിസിലും കൂടി വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. നമുക്ക് ഏകദേശം ഇങ്ങനെയാണ് ആ ഗ്രാഫിന്റെ ഷേപ്പ് കിട്ടുന്നത്. ഏകദേശം ഒരു ചൂണ്ടയുടെ ഷേപ്പാണ്. ഇവിടെ ആയിരിക്കും മിനിമം ഡീവിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇവിടെ ആയിരിക്കും മിനിമം ഡീവിയേഷൻ. സോ നമ്മളിവിടെ ഡി ഈസ് ഈക്വൽ ടു ഡി എം എന്ന് കൊടുക്കുക. ഈ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻസ് ഉണ്ട്.
അല്ലെങ്കിൽ പ്രിസത്തിന് മിനിമം ഡീവിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ, മിനിമം ആയിട്ടുള്ള ഡീവിയേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ റിഫ്രാക്റ്റഡ് ഇതെന്ന് വെച്ചാൽ ഈ പാരലായിട്ട് വരും, പ്രിസത്തിന്റെ ബേസിന് പാരലായിട്ട് വരും. നമ്മൾ അത്രയും ആധികാരികമായി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. മിനിമം ഡീവിയേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഫോർ മിനിമം ഡീവിയേഷൻ നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോണം, ഫോർ മിനിമം ഡീവിയേഷൻ. ഈ മിനിമം ഡീവിയേഷൻ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ d ഈസ് ഈക്വൽ ടു dm, സെക്കൻഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ i ഈസ് ഈക്വൽ ടു e, തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ r1 പ്ലസ് r2. ഓക്കെ അല്ലേ മക്കളെ? തേർഡ് കണ്ടീഷൻ എന്ന് വെച്ചാൽ r1 പ്ലസ് r2. എന്താണ് r1 പ്ലസ് r2? ഇത് നമുക്ക് എഴുതാം. നമുക്കറിയാവുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് അവിടെയാണ് ആവശ്യം അല്ലേ? ഈ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചെന്ന് പലർക്കും തോന്നാം. എടാ, ഈ കണ്ടീഷനിൽ വെച്ചുകൊണ്ടാണ്, ഈ ഫോർ മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന നാലാമത് നമ്മൾ ഈ കണ്ടുപിടിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ ഐയുടെയും ആറിന്റെയും വില കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്നെൽസ് ലോയുടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഇക്വേഷൻ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n എന്നുള്ള ഇക്വേഷൻ. അതിൽ ഐയുടെയും ആറിന്റെയും വിലയാണ് കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ ഏകദേശം ഐയും ആറും ഒക്കെ വരുന്ന പലതരത്തിലുള്ള ഇക്വേഷൻസ് ഇവിടെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഇവൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അതെ, അതാണ് ഇത് നാലാമത്തെയും മൂന്നാമത്തെയും ഇക്വേഷൻ അല്ലെ? നാലാമത്തെയും മൂന്നാമത്തത് നമ്മൾ ഓൾറെഡി ഇവൻ വളരെ പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ ഐയുടെയും ആറിന്റെയും വില കണ്ടുപിടിക്കുന്നു. ഏത് കണ്ടീഷനിൽ? മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ. മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ എന്താണ്? d ഈസ് ഈക്വൽ ടു dm ആണ്. ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമം ആയി മാറുന്നു. സോ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ് അല്ലെ? ഈ ഐ എന്താണോ അത് തന്നെയാണ് ഈ ഇ ആയിട്ട് മാറുന്നത്, ആംഗിൾ ഓഫ് എമർജൻസ്. R1 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? R2 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ്, ഇത് നമ്മൾ ഫോർ സ്നെൽസ് ലോ അനുസരിച്ച് അല്ലെ? സ്നെൽസ് ലോ അനുസരിച്ച് നമുക്കറിയാം, ഫ്രം സ്നെൽസ് ലോ അനുസരിച്ച് അറിയാം എന്താണ്? സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? n ആണ്. നമ്മൾ മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ അറിയാം. നമ്മൾ ഈ മിനിമം ഡീവിയേഷൻ കണ്ടീഷനിൽ ഇക്വേഷൻ ഈ പറയപ്പെടുന്ന 4ഉം 3ഉം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അല്ലെ? 4ഉം 3ഉം നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇക്വേഷൻ 4 എടുക്കുകയാണ്. ഇക്വേഷൻ 4 എന്തുകൊണ്ടാണ് ഇക്വേഷൻ 4ഉം 3ഉം മാത്രം എടുത്തത്? അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് R1ന്റെയും ഐയുടെയും വില ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. സോ d ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം, d ഈസ് ഈക്വൽ ടു i പ്ലസ് ഇ മൈനസ് എ ആണ്. എടാ, മിനിമം ഡീവിയേഷൻ വരുമ്പോൾ ഐ ഈക്വൽ ആവും, അല്ലെങ്കിൽ i പ്ലസ് ഐ എന്ന് വരും അല്ലെ? നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാതെ എന്താ ഈ എടുത്തൂടെ? എടുക്കാം, പക്ഷെ നമുക്ക് ഇവിടെ ഈയുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഐ ആണ്. കണ്ടോ, ഐ ആണ് വേണ്ടത്. സോ എന്താവും? d ഈസ് ഈക്വൽ ടു എന്താണ്? 2i പ്ലസ് എ ആയിട്ട് മാറും. എന്താണ്? 2i പ്ലസ് എ ആയിട്ട് മാറും. i പ്ലസ് അല്ല, i മൈനസ് ആണ് കേട്ടോ. അതാണ് i പ്ലസ് ഐ. ഇക്ക് പകരം നമ്മൾ ഐ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടത് ഐ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഐ ആണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എ അങ്ങ് അപ്പുറം കൊണ്ടുപോവുകയാണ്. സോ 2i ഇവിടെ ഇടുന്നു. d പ്ലസ് എ നമ്മൾ എന്താണ് എഴുതുന്നു? എ പ്ലസ് ഡി ആയിട്ട് എഴുതുന്നു. ഞാൻ എന്താ എഴുതുന്നു? ഐ ഈസ് ഈക്വൽ ടു എന്താ എഴുതുന്നു? എ പ്ലസ് ഡി ബൈ 2 എന്ന് എഴുതുന്നു. ഞാൻ ഇത് സ്മോൾ ലെറ്റർ എ എന്ന് കൊടുക്കുകയാണ് ഈ ഇക്വേഷൻ. അതാണ്ട് ഈ ഇക്വേഷന് ഞാൻ എത്ര കൊടുക്കുകയാണ്? 4 ഇക്വേഷന്. ഇതിന് ഞാൻ 5 എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കണ്ട ഇക്വേഷൻ 3 എടുക്കുകയാണ്. ഇക്വേഷൻ 3 നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ്. ആംഗിൾ എ ഇസ് ഈക്വൽ ടു എന്താണ്? R1 പ്ലസ് R2. എടാ, മിനിമം ഡീവിയേഷൻ കണ്ടീഷൻ R1 R2 ഈക്വൽ ആവും എന്ന് പറയാണ്. R1 R2 ഈക്വൽ ആവും. ഒന്നിൽ R2 പകരം R1 കൊടുക്കുക, അല്ലെങ്കിൽ R1 പകരം R2 കൊടുക്കുക. നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് വേണ്ട R ആയതുകൊണ്ട് നമ്മൾ ഇവിടെ I ആണ് കണ്ടുപിടിച്ചത് കൊണ്ട് രണ്ടിനും കൂടെ R കൊടുക്കുന്നു. സോ A ഈസ് ഈക്വൽ ടു 2R. R ഈസ് ഈക്വൽ എന്താണ്? A ബൈ 2. ഞാൻ ഇതിനെ ഇക്വേഷൻ B എന്ന് കൊടുക്കുകയാണ്. ഇനി ഞാൻ പറയുകയാണ്, പുട്ട് ഇക്വേഷൻ A ആൻഡ് B ഇൻ എന്താണ്? ഇക്വേഷൻ 5 കൊടുക്കുക പറയുകയാണ്. 5 എന്ന് വെച്ചാൽ ഏതാണ്? ഇതല്ലേ? ഇപ്പൊ സൈൻ ഐക്ക് വരും എന്താണ്? സൈൻ ഐക്ക് വരും നമുക്ക് എന്താ കൊടുക്കടാ? a പ്ലസ് ഡി ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ സൈൻ ആറിന് വരെ എന്താ കൊടുക്കടാ? a ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ്? n ഈസ് ഈക്വൽ ടു എന്താണ്? n അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇവനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത്. ഈ ഇക്വേഷനെ പറയുന്ന പേരാണ് എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം.
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ പ്രിസം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ഐ എന്ന് പറഞ്ഞത് പ്രിസത്തിൽ ഐ എന്ന് പറഞ്ഞാൽ എ എന്ന് വെച്ചാൽ എന്താണ്? എ എന്ന് വെച്ചാൽ പ്രിസത്തിന്റെ ആംഗിൾ ആണ് അല്ലേ? പ്രിസത്തിന്റെ ആംഗിളിനെയാണ് എ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഏത് ആംഗിളുമായി എന്ത് ബന്ധപ്പെട്ടിരിക്കുന്നു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡീവിയേഷൻ ആണ്. എന്താണ്? ഡീവിയേഷൻ ആണ്. സോ ഫൈനൽ ഇക്വേഷൻ എന്താണ് മക്കളെ? പറയണ sin a plus b by 2 the whole divided by sin a by 2 is equal to again refractive index.